ജമ്മു കാശ്മീരിലെ ഡോഡ ജില്ലയിൽ ഇന്ത്യൻ ആർമി ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒരു വില്ലേജ് ഡിഫൻസ് ക്യാമ്പാണ്. ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? അത് വനിതകൾക്ക്, ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു. ആ ക്യാമ്പിന് ചില പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളെക്കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. ആ കുറിപ്പ് കണ്ടപ്പോൾ തോന്നി നിങ്ങളുമായിട്ട് അത് പങ്കുവയ്ക്കണമെന്ന്. ആ ക്യാമ്പിന്റെ പ്രത്യേകതകളെക്കുറിച്ചും ചില കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വളരെ കാര്യമായ രീതിയിൽ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്തായാലും അത് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യം പറയാം. പെറ്റമ്മയുടെ മാനം കാക്കാൻ, പിറന്ന നാട്ടിൽ അന്തസ്സോടെ ജീവിക്കാൻ, സ്വന്തം മതചര്യകളോടെ നാട്ടിലിറങ്ങാൻ ഇന്ത്യൻ ആർമിയോട് ചേർന്ന് തോളോട് തോൾ ചേർന്ന് ജമ്മു കാശ്മീരികളും മുഖം മറയ്ക്കാതെ തൻ്റെ ഔറ, അതായത് സത്വം പുറത്തു കാണിച്ചു തന്നെ ജീവിക്കും. ഒരു ശത്രുവിന് ഒരു വെടിയുണ്ട, ഏക് ഗോലി ഏക് ദുഷ്മൻ എന്നതാണ് ഈ വില്ലേജ് ഡിഫൻസ് കമ്മിറ്റിയുടെ ഓരോ അംഗങ്ങളുടെയും ഉദ്ദേശം. 18 ഭാഷകൾ അറിയുന്ന PV നരസിംഹറാവു ഏതെങ്കിലും ഒരു ഭാഷയിൽ പറഞ്ഞെങ്കിൽ 1992 ഡിസംബർ 6 ബാബറി പള്ളി പൊളിക്കില്ലായിരുന്നു എന്ന് ചിലർ. എന്നാൽ ആ സംഭവത്തിന് 4 കൊല്ലങ്ങൾക്ക് മുമ്പ് 1988 നൂറുകണക്കിന് ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും റലീവ് ഗലീവ് യാ ചലീവ്, അതായത് ഹിന്ദു സ്ത്രീകളെയും ഹിന്ദു പെൺകുട്ടികളെയും ഞങ്ങൾക്ക് സമർപ്പിച്ചിട്ട് ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ എന്ന ഫത്വയിൽ പ്രകാരം 4 ലക്ഷത്തിലധികം പേർ തങ്ങളുടെ കിടപ്പാടം വിട്ട് ഡൽഹിയിലെ ചേരിയിൽ കണ്ണീരോടെ ഭയപ്പാടോടെ കഴിയേണ്ടി വന്നപ്പോൾ അങ്ങനെ ചെയ്യരുതേ കാശ്മീരിലെ തീവ്രവാദികളെ എന്ന് ഒരു ഭാഷയിലും, എന്ന് വെച്ചാൽ മലയാളത്തിൽ പോലും ആരും പറഞ്ഞു കേട്ടിട്ടില്ല സാർ. ആ പാവങ്ങളെ ഈ പറയുന്ന ഒരു സോ കോൾഡ് മതേതരന്മാരും ഒരു MP-യോ MLA-യോ സന്ദർശിക്കാൻ പോയില്ല. അവർക്കാർക്കും വീട് കെട്ടിക്കൊടുത്തില്ല. ബംഗളൂരുവിൻ്റെ 3 ഇരട്ടി തണുപ്പാണ് ഡൽഹിയിലുള്ളത് എന്ന് ഓർമ്മിക്കണം. തണുപ്പ് കണ്ട് നൂറുകണക്കിന് പേർ മരിച്ചു, പലരും രോഗികളായി. സ്ത്രീകളിൽ കണ്ണീരോടെ നാരായണ നാരായണ എന്ന് ജപിച്ചതല്ലാതെ അവരാരും ഈ അനീതിക്കെതിരെ തോക്കെടുത്തിട്ടില്ല, ബോംബ് പൊട്ടിച്ചില്ല, അസഹിഷ്ണുത പരത്തിയില്ല, ഇന്ത്യ എൻ്റെ രാജ്യം അല്ല എന്നും പറഞ്ഞില്ല, ദേശീയഗാനം ആലപിക്കാതെയും ഇരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ജമ്മു കാശ്മീരിലെ ഡോഡ ജില്ലയിലെ ഇന്ത്യൻ ആർമി സംഘടിപ്പിച്ച വില്ലേജ് ഡിഫൻസ് ക്യാമ്പാണ് ചിത്രത്തിൽ. തീവ്രവാദികളെ എത്രയും പെട്ടെന്ന് അവരുടെ ആഗ്രഹപ്രകാരം ഹോറിഫൈഡ് ചെയ്യാനാണ് ഇവർ പരിശീലനം നേടുന്നത്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 എന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ പറഞ്ഞ ഭാരതം എന്ന സ്വർഗത്തിൽ കരടായി ഭൂമിക്ക് ഭാരമായ ഇവരെ എത്രയും പെട്ടെന്ന് ഹോറിഫൈഡ് ചെയ്ത് ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഇവർ പരിശീലിക്കുന്നത്. വന്ദേ മാതരം. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. നമുക്കറിയാം കാശ്മീരി പണ്ഡിറ്റുകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന്. നമുക്കറിയാം നമ്മുടെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള നമ്മൾ തീറ്റിപ്പോറ്റുന്ന ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. കാശ്മീരിൽ എന്ത് സംഭവിച്ചു, ജമ്മുവിൽ എന്ത് സംഭവിച്ചു, ഓരോ ഭാഗങ്ങളിലും എന്ത് സംഭവിച്ചു. പലർക്കും അത് ഒറ്റപ്പെട്ട സംഭവമായി മാറുന്നു. പക്ഷേ നേരെ തിരിച്ച് എതിർ ഭാഗത്തുള്ള ആരെയെങ്കിലും ഏതെങ്കിലും ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് ഒന്ന് തോണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള മതേതരത്വം തകർക്കലായി. ഈ മതേതരത്വം തകർക്കലിനെതിരെയാണ് ബലാത്സംഗം ചെയ്യപ്പെട്ട് ക്രൂരമായി കൊല്ലപ്പെട്ട അനേകായിരം സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇന്ന് ജമ്മു കാശ്മീരിലെ ഡോഡ ജില്ലയിലെ ഈ സ്ത്രീകൾ തോക്കുകൾ കയ്യിലേന്തുന്നത്. വെറുതെയല്ല, ആർമിയുടെ പിന്തുണയോടുകൂടിയാണ്. അത്രമേൽ അവർക്ക് ജീവനുമേൽ, സ്വന്തം ശരീരത്തിനുമേൽ, ഇതിൽ ആദ്യം പറഞ്ഞതുപോലെ പെറ്റമ്മയുടെയും സ്വന്തം മാനം കാക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ. നോക്കൂ, ഇത് ഭാരതത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ എന്തെല്ലാം സംഭവിച്ചിട്ടായിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു ക്യാമ്പ് കൊടുക്കണമെന്ന് പോലും, എങ്ങനെ പ്രതിരോധിക്കണം ഇവരെയൊക്കെ, എന്ത് ചെയ്യണം ഇവരെയൊക്കെ, ഇങ്ങനെ കടന്നു കയറി വരുന്നവർക്കൊക്കെ ഇവരെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ഇന്ത്യൻ ആർമി ക്യാമ്പ് ചെയ്ത് പരിശീലനം കൊടുക്കുന്ന അവസ്ഥ. അപ്പോൾ അത്രത്തോളം ദുര്യോഗം അവിടെ ആ സ്ത്രീകൾ,
ആ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയണം, ഹിന്ദു സ്ത്രീകൾ അവിടെ അനുഭവിക്കുന്നുണ്ട്. സ്വന്തം മാനം കാക്കാൻ ഒരു സ്ത്രീക്ക് പരിശീലനം കൊടുക്കേണ്ടി വരുന്ന ഒരു രാജ്യമായി മാറി എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം എതിരെ നിൽക്കുന്നവനെ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയാൽ, സർക്കാർ അവർക്കെതിരെ കൃത്യമായൊരു നടപടിയെടുക്കാൻ തുനിഞ്ഞാൽ ഇവിടെ മുദ്രാവാക്യങ്ങൾ ഉയരും. ആർക്ക് വേണ്ടി? അതായത് മാനം നശിപ്പിക്കപ്പെട്ട സ്ത്രീക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യമല്ല, നേരെ തിരിച്ച് അവന് നേരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തിട്ടുള്ള അവന് വേണ്ടിയിട്ടാണ്. ആ സ്ത്രീയെ നശിപ്പിച്ച, ആ സ്ത്രീയുടെ കുടുംബം നശിപ്പിച്ചവർക്കെതിരെ, അവരുടെ ആ പ്രദേശത്തുള്ളവരെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഓരോ സ്ത്രീയെയും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാപാലികൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, അവന് നേരെ എടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ്റെ മനുഷ്യാവകാശം അവിടെ ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ നാട്ടിൽ അനേകായിരം സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്, പലരുടെയും ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ മാനം കാക്കാൻ നമ്മുടെ സർക്കാരുണ്ട്, നമ്മുടെ ആർമിയുണ്ട്, നമ്മുടെ സേനയിലെ ഓരോ ജവാനും ഓരോ സൈനികനും ഇതിനു വേണ്ടി നിയോഗിക്കപ്പെടുന്നുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് സർക്കാർ എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. ഓരോ സ്ത്രീയും ഒരു ഹിന്ദുവായി പിറന്നതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള യാതനകൾ അതാണ് പറയുന്നത്. 88-ൽ 100 കണക്കിന് ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊണ്ട് അവരോട് പറയുകയാണ്, ഹിന്ദു സ്ത്രീകളെയും ഹിന്ദു പെൺകുട്ടികളെയും ഞങ്ങൾക്ക് സമർപ്പിക്കൂ. ഇവന്റെയൊക്കെ രാജ്യമാണോ ഇത്? ഇത് ഭാരതമാണ്. ഈ ഭാരതത്തിൽ പിറന്നിട്ടുള്ള ക്രിസ്ത്യനാവട്ടെ, മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ഓരോരുത്തൻ്റെയും ബ്ലഡിൽ സനാതന ധർമ്മമുണ്ട്. നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും സ്വീകരിച്ച് തന്നെയാണ് ഓരോ സനാതനധർമ്മ വിശ്വാസിക്കും ശീലമുള്ളത്. അത് അവൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. നമ്മൾ ഒരിക്കലും മറ്റൊരുവൻ്റെ മതത്തെക്കുറിച്ച് അന്യായമായി സംസാരിക്കാൻ പോകാറില്ല. അവരുടെ വിശ്വാസത്തെ ചൂഷണം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ പോകാറില്ല. നമ്മൾ കാര്യങ്ങൾ കണ്ടത് പറയുന്നു. നമ്മൾ ആരുടെയും സ്ത്രീകൾക്ക് നേരെ അവർ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരാണ്, അവരെ ആക്രമിക്കാമെന്ന് പറയാറില്ല ഒരു ഹിന്ദുവും. അത് പറയാൻ ഒരു ഹിന്ദുവിൻ്റെയും നാവ് പൊങ്ങില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഓരോരുത്തരും ഹിന്ദുവായിരിക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ ജനിച്ചവരെല്ലാം തന്നെ ഹിന്ദുക്കളാണെന്നേ. പക്ഷേ മതഭ്രാന്ത് തലക്ക് പിടിച്ചവരെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അവർക്ക് മതമാണ് വലുത്. മതം എന്ന് പറയുന്നത് പോലും സമാധാനത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കാതെ തൻ്റെ ഇല്ലാത്തവരെല്ലാം കാഫറുകളാണെന്നും കാഫറുകളുടെ സ്ത്രീകളെ തങ്ങൾക്ക് ഭോഗിക്കാമെന്നുമൊക്കെ മനസ്സിലാക്കുന്ന ആ തീവ്രവാദ മനസ്സ് പിടിച്ചവനുണ്ടല്ലോ, അവർക്കൊക്കെ നേരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് ഒതുക്കേണ്ടത്, എങ്ങനെയാണ് അവരെ പ്രതിരോധിക്കേണ്ടത് എന്നൊക്കെ ഒരു ആർമി ക്യാമ്പ് ചെയ്ത് അവർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ അനുമോദിക്കാതെ തരമില്ല. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അങ്ങനെ എന്നും ഭാരതത്തിൻ്റെ പൈതൃകം, ഭാരതത്തിൻ്റെ സംസ്കാരം, അങ്ങനെ ഭാരതത്തിലെ ഓരോ സ്ത്രീകളുടെയും പലപ്പോഴും യോഗിയുടെ നടപടികൾക്കെതിരെയൊക്കെ പലരും പല വിമർശനങ്ങളുമൊക്കെ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ വിമർശനങ്ങൾക്കൊന്നും ചെവി കൊടുക്കാൻ യോഗിക്കുന്ന സമയമില്ലെന്നേ, മോദിക്കും സമയമില്ല അത്തരത്തിൽ തന്നെ. കാരണം അവർക്ക് ചെയ്യേണ്ട കർമ്മമുണ്ട്. ആ കർമ്മം എന്ന് പറയുന്നത് രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കൂടാതെ രാജ്യത്തിൻ്റെ ഓരോ സ്ത്രീകൾക്കും സംരക്ഷണം നൽകുക എന്നുള്ളത് കൂടിയാണ്. അതുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ സഹോദരിമാരുടെയൊക്കെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞപ്പോൾ അതിനുള്ള തിരിച്ചടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് തന്നെ പേരിട്ടത്. ഒരെണ്ണത്തിന് ബാക്കി വെച്ചോ? ഇല്ല. പക്ഷെ നമ്മൾ എല്ലാ കാലവും ക്ഷമിച്ചുകൊണ്ടിരുന്നു. ഇത് ക്ഷമിക്കാൻ പറ്റില്ലായിരുന്നു. അവൻ നമ്മൾ പറഞ്ഞു മത തീവ്രവാദമാണ് ഉള്ളത് എന്ന്. പക്ഷെ ആരും സമ്മതിച്ചില്ല. പക്ഷേ തീവ്രവാദികൾ തന്നെ തിരിച്ചു വന്ന് പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം, മതം തന്നെയാണ് ഇതിനെല്ലാം ആധാരമായത്, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെയൊക്കെ കൊല്ലുന്നത് എന്ന് വ്യക്തമാക്കി തന്നിട്ട് പോയി. അതോടുകൂടി അവൻ്റെയൊക്കെ ചിത്രം പടമായി. അവനൊക്കെ പടമായി എന്ന് മാത്രം പറഞ്ഞത്, പടമാക്കാനായിട്ട് നമ്മുടെ സർക്കാർ ഇറങ്ങി.
അതിനെതിരെയും ഓപ്പറേഷൻ സിന്ദൂർ, എന്താണ് സിന്ദൂർ, അതിലൊരാൾ ഹിന്ദു അല്ലല്ലോ എന്നാണ് പറഞ്ഞത്. ഓരോ സ്ത്രീയുടെയും ആ ഒരു ദാമ്പത്യ ബന്ധം അല്ലെങ്കിൽ അവരത്രയും പുണ്യമായി കരുതുന്ന, പരിപാവനമായി കരുതുന്ന ആ ബന്ധം അവരുടെ ഭർത്താക്കന്മാരെ ഇല്ലായ്മ ചെയ്തുവെങ്കിൽ അതിനിട്ട പേരാണ്. അതിന് സിന്ദൂരം വെച്ച് അത് ഹിന്ദു പേരായിപ്പോയി എന്നൊന്നും പറഞ്ഞ് വരുന്നവരുടെയൊക്കെ മനസ്സിൽ എന്താണ് അജണ്ട എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഭീകരന്മാർക്കെതിരെ കൃത്യമായ നടപടികൾ എടുത്തിട്ടുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ. ഭാരതം ഇനിയും അതേ നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 മാസം പൂർത്തിയാവുകയും കൂടിയാണ്. എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.